കുഞ്ഞിമരക്കാർ ഷഹീ. കോട്ടുപള്ളി നേർച്ചപ്പാട്ട് എന്ന പേരിൽ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതായാലും ആ പാട്ട് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദി ബിസ്മില്ലാ ഹംദോദി ബിസ്മില്ലാ അഹ്മദൻ നബി ആലിലും അസ്ഹാബിൽ സലാമുല്ലാ. ആദരിച്ചോതും കവിതക്കുദവിയും താ അല്ലാ. കുഞ്ഞിമരക്കാർ ഷഹീദിൻ ശരിതം ഇൻഷാ അല്ലാ. വെളിയങ്കോട് പതിക്ക് ഒരു മാനാത്തന്നെ വീട്ടിൽ അബ്ദുല്ല എന്നൊരു പ്രിയ പുത്രനായി. വളരെ വാത്സല്യത്തിൽ മാതാവൊത്ത് വളർത്തിയേ. വേണ്ടറിവും പടത്തോഴിലും കരഗതമാക്കിയേ. സാമൂതിരിമാരുടെ നാവിക സൈന്യാധിപന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. 16-ാം നൂറ്റാണ്ടിൽ കടൽ കടന്നെത്തിയ പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വ്യാപാര കുത്തക നേടാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് കടലിൽ വെച്ച് പോർച്ചുഗീസുകാരെ നേരിടാൻ സാമൂതിരി കുഞ്ഞാലി മരക്കാരെ നിയമിച്ചത്. വലിയ പോർച്ചുഗീസ് കപ്പലുകളോട് ചെറിയ നാവിക സൈന്യം ഉണ്ടാക്കി ആക്രമിക്കുക, കടന്നുകളയുക എന്ന ഒരു തരം ഗറില്ല യുദ്ധ തന്ത്രമാണ് ഇവർ സ്വീകരിച്ചത്. ഇത് പോർച്ചുഗീസ് നാവിക സൈന്യത്തിന് കനത്ത നാശനഷ്ടമുണ്ടാക്കി. 1507-നും 16-നും ഇടയിൽ 4 കുഞ്ഞാലി മരക്കാർമാർ കേരള ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ ഭൂപ്രദേശത്തിൻ്റെ കൊളോണിയൽ വിശുദ്ധ പ്രതിരോധത്തിൻ്റെ അലയൊലി അറബിക്കടലിൽ പല ഘട്ടം നടന്നതായി ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. കേരളത്തിൻ്റെ തീരദേശത്തും കോഴിക്കോട്, ബേപ്പൂര് തുടങ്ങിയ സ്ഥലങ്ങളിലും ശേഷിപ്പുകളും നിത്യസ്മാരകങ്ങളും കാണുന്നുമുണ്ട്. മരക്കാർ എന്ന സ്മരണ നിലനിൽക്കുന്ന പേരുകളും മസ്ജിദുകളും മക്ബറകളും ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. ലക്ഷദ്വീപുകളിലും മരക്കാർ പള്ളി, അതുപോലെ വിശുദ്ധ യുദ്ധത്തിൽ അംഗക്ഷതം സംഭവിച്ചവരുടെ അവയവം അടക്കം ചെയ്ത പല മസാറുകളും ലക്ഷദ്വീപുകളിൽ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കോട്ടുപള്ളി നേർച്ചപ്പാട്ടിലെ കുഞ്ഞാലി മരക്കാർ ആയിരിക്കാനാണ് സാധ്യതയെന്ന് അനുമാനിക്കാൻ കഴിയും. പൊന്നാനി മഖ്ദൂം തങ്ങളുടെ കാലത്ത് വെളിയങ്കോട് മാനാത്ത് വീട്ടിൽ അബ്ദുല്ല എന്നവരുടെ മകനായ കുഞ്ഞാലി മരക്കാർ യതീമായി വളരുകയും പിന്നീട് മത്സ്യക്കച്ചവടം ചെയ്ത് ജീവിക്കുന്നതിനിടയിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കുകയും വിവാഹസുദിനം പുതുമാരൻ്റെ ഉടയാടയോടെ വിശുദ്ധ പ്രതിരോധത്തിനു വേണ്ടി പൊന്നാനി കടപ്പുറത്ത് നങ്കൂരമിട്ട നസ്രാണികളുടെ കപ്പലിൽ ബലമായി പിടിച്ച ബാലികമാരെ രക്ഷപ്പെടുത്താൻ പോയ ദീർഘമായ ചരിത്രത്തിൻ്റെ ചുരുക്കമാണ് പറഞ്ഞു വരുന്നത്. പ്രസ്തുത വിശുദ്ധ പ്രതിരോധത്തിൽ ഷഹീദായ കുഞ്ഞാലി മരക്കാരുടെ അവയവങ്ങൾ 7 ഇടങ്ങളിലായി മറവ് ചെയ്തെന്നും കോട്ടുപള്ളി നേർച്ചപ്പാട്ടിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഗ്രഹിക്കാം. 7 ഇടം മറമാടി ഏലിൽ സ്വർഗം തേടി പോയിട്ടടരാടി ഫീസബീലിൽ നേടി. ലക്ഷദ്വീപുകളിൽ പണ്ട് കാലത്ത് പായോടം വരുമ്പോൾ കൂകി വിളിച്ച് നാട്ടുകാരെ വരവറിയിക്കുന്ന പ്രവണത അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പായോടം എന്ന് കരുതി തീരമണഞ്ഞ വിശുദ്ധ ശരീരഭാഗം അമാനുഷിക കഴിവുകൾ പ്രകടിപ്പിച്ചതിനാലും മറ്റ് ചില
അന്നത്തെ നാട്ടുപ്രമാണിമാർക്ക് സ്വപ്നത്തിലൂടെ അറിവ് ലഭിച്ചതിനാലും അന്നവർ എല്ലാവിധ ബഹുമാനത്തോടും മറവ് ചെയ്തു എന്നാണ് ചരിത്രം കൈമാറ്റം പഠിപ്പിക്കുന്നതും കൈമാറി കിട്ടിയതും. മലബാറിൽ തന്നെ വെളിയങ്കോട്, പൊന്നാനി, ബേപ്പൂര്, പരപ്പനങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിലും മഖ്ബറകളും മസാറുകളും കാണുന്നുണ്ട്. ഇത് കവരത്തി ദ്വീപിലെ പുറാക്കര പള്ളിയും അനുബന്ധ മസാറുമാണ്. ഇത് കവരത്തി ദ്വീപിൻ്റെ പുഷ്പ ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ടുള്ള റോഡിലൂടെ പോയാൽ മദ്രസയും സ്കൂളും പിന്നിട്ട് സൊസൈറ്റിയും പിന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വലതു ഭാഗത്തുള്ള ഇടവഴിയിലൂടെ പോയാൽ കാണുന്ന പള്ളിയാണ്. ഈ പള്ളിയിലാണ് അന്ന് കാലത്ത് സ്വപ്നത്തിലൂടെ അറിയിക്കുകയും ആളുകൾ കാത്തുനിന്ന് പായോടം വരുന്നത് പോലെ വന്ന് ഒരു അവയവവും അതോടൊപ്പം ഒരു ചാടി എന്ന് പറയുന്നത് മൺപാത്രം കൊണ്ടുണ്ടാക്കുന്ന വലിയ പാത്രമാണ്. അത് രണ്ടും ഒന്നിച്ചാണ് അന്ന് വന്നതെന്ന് പഴമക്കാരിൽ നിന്നും അറിയാൻ സാധിച്ചു. ആ മസാനാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഇത് കുഞ്ഞാലി മരക്കാരിൽ നിന്നുള്ള അവരുടെ ശരീരഭാഗത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്നാണ് ഇവിടെയുള്ള പഴമക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അന്നത്തെ പുറാക്കര പള്ളി മുക്രിയായിരുന്ന, പള്ളി പരിപാലിച്ചിരുന്ന ആൾക്കാണ് സ്വപ്നം കണ്ടത്. അദ്ദേഹത്തിൻ്റെ മസാറും ഈ മക്ബറയിൽ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. ആ മക്ബറയും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതും നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെ തന്നെ അഗത്തി ശൈഖ് പള്ളിയിലും കുഞ്ഞാലി മരക്കാരുടെ അവയവം ഉണ്ട്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അഗത്തി സൊസൈറ്റി ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് എയർപോർട്ട് റോഡിലൂടെ പോകുമ്പോൾ കോയാസ് സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന പള്ളിയാണ് ശൈഖ് പള്ളി. ആ പള്ളിയിലും ഇതുപോലെ കുഞ്ഞാലി മരക്കാരുടെ അവയവം അടക്കം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ലക്ഷദ്വീപിലെ ചെത്തിലാത്ത് ദ്വീപിലും കുഞ്ഞാലി മരക്കാരുടെ മറ്റൊരു അവയവം അടക്കം ചെയ്തിട്ടുണ്ട്. ഇത് ചെത്തിലാത്ത് ദ്വീപിലെ ജെട്ടി ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ടുള്ള റോഡിൽ വലത് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശൈഖ് പള്ളി ഖബർസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചെത്തിലാത്തിലെ നാട്ടുകാരായ ആളുകൾ പരപ്പാടി എന്ന് പറയാറുണ്ട്. ഇത് കൽപ്പേനി ദ്വീപിലെ കുളിമാടം എന്ന് നാട്ടുകാർ പറയുന്ന മക്ബറയാണ്. ഇതും പഴമക്കാർ പറയുന്നത് കുഞ്ഞാലി മരക്കാരുടെ അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവം മറവ് ചെയ്തത് എന്നാണ്. ഇത് കൽപ്പേനി ടൂറിസ്റ്റ് ഹട്ടിൽ നിന്ന് തെക്കോട്ട് മൊഹീദ്ദീൻ പള്ളി റോഡിലൂടെ പോകുമ്പോൾ വലത് ഭാഗത്ത് കടൽക്കരയിൽ കാണുന്ന ഒരു മക്ബറയാണ്. ഇതും കുഞ്ഞാലി മരക്കാരുടെ അവയവങ്ങൾ തന്നെയാണെന്നാണ് പഴമക്കാരായ ആളുകൾ പറഞ്ഞു വരുന്നത്.